പ്രതിഭാഗം അഭിഭാഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കേണ്ടതുണ്ട്. ഓർഡർ പഠിക്കണം. ഇന്റർഫിയറൻസിന്റെ ആവശ്യമില്ല. സബ് ജയിലിൽ എറണാകുളം. ഒന്നുമില്ല, സബ് ജയിലിലേക്ക് തന്നെ അറിയില്ല. അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ ചില കാര്യങ്ങൾ. തീർച്ചയാണ്. അല്ലേ, നമ്മൾ ആ ഓർഡർ പഠിച്ചാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ. ഞാൻ വളരെ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്, എന്നും ശുഭാപ്തി വിശ്വാസിയാണ്. പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കേണ്ടത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞു. ഓർഡർ പഠിക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കാര്യമുണ്ടോ? പഠിക്കട്ടെ, ഓർഡർ പഠിച്ചതിന് ശേഷം പറയാം. പഠിക്കട്ടെ, ഓർഡർ പഠിച്ചതിന് ശേഷം അപ്പീലല്ല. നാളെ നമ്മൾ ജില്ലാ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. അത് രാംപിള്ള സാറാണ് തീരുമാനിക്കേണ്ടത്. രാംപിള്ള സാർ സീനിയേഴ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം നമ്മൾ തീരുമാനിക്കും. അല്ല, അത് ശേഷം തീരുമാനിക്കും. പ്രത്യേക ഒരു പരിഗണനയുടെ ആവശ്യമില്ലല്ലോ. പ്രത്യേക പരിഗണനയുടെ ആവശ്യമില്ല. അടുത്ത ദിവസം തന്നെ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും എന്ന് തന്നെയാണ് പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതാണ്, തലകറക്കം അനുഭവപ്പെട്ടതാണ് ബോബി ചെമ്മണ്ണൂരിന്. ഇപ്പോൾ ഇത് കോടതിയിലേക്കാണ് ഇത് ജയിലിലേക്കാണ് കൊണ്ടുപോവുക എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ശരൺ, കേൾക്കാമോ? ക്ലാരിറ്റി വരുത്താൻ കഴിയും. നേരത്തെ നമ്മൾ പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണം ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതിൽ നമുക്ക് ക്ലാരിറ്റി വരുത്താൻ കഴിയും. നേരത്തെ നമ്മൾ പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണമാണ് കേട്ടത്. ഇതിൽ പ്രധാനമായും ഇനി നേരത്തെ തലക്കറക്കം അനുഭവപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ ശാരീരിക അസ്വാസ്ഥ്യം ബോബി ചെമ്മണ്ണൂരിന് നേരിട്ടൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചന അടക്കം ഉണ്ടായിരുന്നതാണ്. എന്തായാലും സബ് ജയിലിലേക്കാണ് മാറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഇതിൽ പ്രധാനമായും നേരത്തെ ചുമത്തിയിരുന്ന 2 വകുപ്പുകൾ BNS 75 ആണ് ചുമത്തിയിരുന്നത്. ഇതിനു പുറമെ IT ആക്ട് കൂടി ചുമത്തുകയും ചെയ്തിരുന്നതാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ വകുപ്പുകൾ കൂടി ചേർക്കുന്നത് പോലീസിന്റെ പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ച് ഈ രഹസ്യമൊഴി, ഇന്നലെ 2 മണിക്കൂർ നീണ്ട രഹസ്യമൊഴിയാണ് ഹണി റോസ് കോടതിയിലെത്തി നൽകിയിരുന്നത്. അപ്പോൾ ആ രഹസ്യമൊഴിയുടെ പകർപ്പ് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് അതുകൂടി വാങ്ങി പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ച ശേഷമായിരിക്കും ഇനി എന്തൊക്കെ നോൺ ബെയിലബിൾ ഒഫൻസ്, ഏതൊക്കെ ജാമ്യമില്ല വകുപ്പുകൾ കൂടി ചുമത്തണം എന്നുള്ള കാര്യത്തിലും പോലീസ് തീരുമാനമെടുക്കും. എന്തായാലും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ കാര്യമായി തന്നെ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നത്. എന്തായാലും ഒപ്പം തന്നെയാണ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നതാണ്, ഡീറ്റെയിൽ തെളിവുകൾ ശേഖരിച്ചിരുന്നതാണ്. ഈ ഡീറ്റെയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചോദ്യം ചെയ്യൽ നടന്നിരുന്നത്. പക്ഷേ ഇനി കൂടുതൽ ചോദ്യം ചെയ്യലായിട്ട് എപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും റിമാൻഡിലേക്ക് ബോബി ചെമ്മണ്ണൂർ എവിടേക്കാണ്, ജയിലിലേക്കാണോ അതോ വീട്ടിലേക്കാണോ എന്നുള്ള ഒരു ചോദ്യമാണ് നേരത്തെ ഉയർന്നിരുന്നതെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ
വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജയിലിലേക്ക് തന്നെയാണ്, അതിൽ ഒരു മാറ്റവുമില്ല. ഇനി സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉത്തരവ് ലഭിച്ചതിന് ശേഷം പ്രതിഭാഗം തുടർ നടപടികളിലേക്ക് കടക്കും. എന്താണ് ഇനി അടുത്ത നീക്കം നടത്തേണ്ടതുള്ളത്, ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ശരണിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ഏതായാലും കേരള സമൂഹം ആഗ്രഹിച്ച ഒരു തീരുമാനത്തിലേക്ക്, നടപടിയിലേക്ക് തന്നെയാണ് കോടതി കടന്നിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുകയാണ്. ജാമ്യം നൽകേണ്ടതില്ല. അങ്ങനെ ജാമ്യം നൽകുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിന് നൽകുന്ന തെറ്റായ ഒരു ചിന്ത ആയിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ തന്നെയാണ് കോടതിയുള്ളത്. ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് പോവുകയാണ് ബോബി ചെമ്മണ്ണൂർ. വിധി വന്ന ഉടനെ തലകറങ്ങി വീഴുന്ന ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവും ബോബി ചെമ്മണ്ണൂരിനുണ്ടായി. കാരണം ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂരും അഭിഭാഷകനും.